എടാ ശരത്തെ, നീ എടിയൊരു കോളേജിൽ ഇത്ര സമയം കൂട്ടം ഓട്ടായിരുന്നില്ലേ? നമ്മളെ പൂജയും റോഷനും പോരാട്ടം ശക്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താടാ? ഒരു വാക്ക് രണ്ടോട് പോയടാ. അപ്പൊ ജെ പി എവിടെ? സ്വപ്ന ഇതുവരെ പോയില്ലേ? എല്ലാരും പോയല്ലോ. ജെ പി എന്താ വരാതിരുന്നേ? എനിക്കൊന്ന് ജെ പിനെ കാണണമായിരുന്നു. ഓനോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. എനിക്കിഷ്ടമെന്ന് പറയണം. പിന്നെ ഓനോട് എന്തിനാ അത്ര റഫായിട്ട് പെരുമാറി? പേടിച്ചിട്ടാ എൻ്റെ ചേച്ചിയെ ഓർത്ത്. ഒരിക്കലും ഇഷ്ടമായി പോകാതിരിക്കാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇയാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കാൻ ഓൻ ഒരുപാട് കൊതിച്ചിരുന്നു. പറഞ്ഞില്ലല്ലോ. ഒന്ന് ഫോണിൽ വിളിച്ചു തരുമോ? എനിക്കൊന്ന് മിണ്ടിയാൽ മതി. എന്നാ ഫേസ്ബുക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാളെ വിളിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഓൻ ഫോണിൽ തെറിഞ്ഞ് പൊട്ടിച്ചു. ജെ പിയുടെ വീട് അറിയോ ശരത്തിന്? എന്നെ ഒന്ന് കൊണ്ടുപോകും. ഒന്ന് ഓനെ കണ്ട് സംസാരിക്കണം. എല്ലാത്തിനും ക്ഷമ പറയണം. അല്ലാതെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അവിടെ പോയിട്ട് ഇനി കാര്യമില്ല. ഓനിന്ന് രാവിലെ സിംഗപ്പൂർ പോയി. ഓൺ എയർപോർട്ടിലേക്കിട്ട് ഞാൻ വരുന്നു. തോന്നുന്ന ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടും തിരിച്ചെന്നെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന എൻ്റെ പ്രണയനിക്ക് പോവാണ്. ഇനി എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. മറക്കാൻ കഴിയില്ല ഒരിക്കലും. ഇയാളുടെ നിറഞ്ഞ ചിരിയുള്ള മുഖം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. പ്രണയം എന്താണെന്ന് എന്നെ അറിയിച്ചതിന് നന്ദി. ഏയ് കരയല്ലേ? നീ എന്നെ എന്തിനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്കിത് പറ്റുന്നില്ല. എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇപ്പൊ നിന്നെയാ. അവസാനായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, താൻ വെറുതെ ഒന്ന് പറയാൻ ഇഷ്ടമാണ്? വെറുതെ വിഷമിക്കണ്ട. എന്നുണ്ടായാലും ഞാൻ കൂടെ ഉണ്ട്. അത് മതി, അത് മാത്രം മതി. നമ്മുടെ ആളുടെ കാല് വള്ളി കുടുങ്ങി. നമ്മുടെ ആളെങ്കിലും കുഴപ്പമൊന്നുമില്ല. എമ്മാരി ടൈമിങ്ങാണ്. അയാൾ മതി. അയാൾ കണ്ടിന്യൂ ചെയ്യണ്ട. 2 ദിവസം വേണം. നീ കട്ട് ചെയ്ത് സാറേ ഞാനല്ലേ ചവിട്ടുണ്ട്. ആക്ഷൻ പറഞ്ഞ അപ്പൊ തന്നെ വരണ്ടേ? ഇനി അടുത്ത പടത്തിൽ നോക്കാം. പൊക്കോ. താനെന്ത് പണിയോട് കാണിച്ചു? ഓന്റെ ഒടുക്കത്തെ ചവിട്ട് രാവിലെ മുതൽ ചേട്ടാ
ഒരു 2 ദിവസത്തേക്ക് നമ്മുടെ കൂടെ വേണം പ്ലീസ്. താനൊന്ന് പോടോ, ഞാൻ മരിക്കാൻ വന്നയാ. അയ്യോ ചേട്ടാ, മരിക്കാനാ? ആ മരിക്കാൻ ചേട്ടാ 2 ദിവസമായിട്ട് മരിച്ചാ പോരെ. നമ്മുടെ പടത്തില് കണ്ടിന്യൂറ്റി ആയി പോയി. ആ ഡയറക്ടർക്ക് പ്രാന്ത, അയാളെന്നെ കൊല്ലും. അതുകൊണ്ടാ സിനിമയിൽ അഭിനയിക്കാനാ. ആ വന്നേക്കണേ, 2 ദിവസമായിട്ട് മരിക്കണ്ട. ഓക്കേ. ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു ഒരു വലിയ നടനാവുക എന്നത്. അതിനുവേണ്ടിയുള്ള നീണ്ട യാത്രയിലായിരുന്നു. ഓക്കെ, അപ്പോ ഷാജഹാൻ പുതുതായി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. അതെ, ഉടൻ തന്നെ ഉണ്ടാകും. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, എന്താണ് സിനിമയുടെ പേര്? സിനിമയുടെ പേര് മധുരത്തിൽ മുങ്ങി മരിച്ച ഉറുമ്പ്. നല്ല പേരല്ലേ? നൈസ്, നല്ല പേരാണ്. അപ്പോ ഇന്ന് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട യുവതാരങ്ങളിൽ ഒരാളായ ഷാജഹാൻ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല. എന്റെ പ്രണയം നാടകത്തോടും സിനിമയോടും കലയോടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രണയിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇനി വേണമെങ്കിൽ പ്രണയിക്കാം. കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് നാടകത്തോടുള്ള പെമ്പിളാരെ നോക്കാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് നല്ലൊരു കൈയടി കൊടുത്തൂടെ? ഇന്ന് വനിതാ ദിനത്തിൽ നമ്മോടൊപ്പമുള്ള മുഖ്യ അതിഥി JP ഇന്റർനാഷണൽ എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ JP എന്നെല്ലാവരും വിളിക്കുന്ന ജിത്തു പ്രേംകുമാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോളേജിൻ്റെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്നുറപ്പുള്ള ചില സ്വപ്നങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ അഗാധമായി പ്രണയിച്ചിരുന്നു. പലതവണ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അവളിൽ നിന്ന് അനുകൂലമായ ഒരു നോട്ടം പോലും ഉണ്ടായിരുന്നില്ല. അതേടാ, മുടിഞ്ഞ പ്രേമായിരുന്നു. കൊടുക്കത്തെ ജാടയായിരുന്നു. അവസാനം ഓക്കെ ഇഷ്ടാകുമ്പോഴത്തേക്കും ഇവൻ കോളേജിൽ നിന്ന് പോയി. ഇന്നിവൻ ആരാ? ഓക്ക് യോഗമില്ല, അത്ര തന്നെ. അങ്ങനെ തന്നെ വേണം. അവളോടുള്ള എൻ്റെ ഒടുക്കത്തെ പ്രണയം കാരണം എൻ്റെ പഠനം പോലും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചീഫ് ഗസ്റ്റായി നിൽക്കാൻ കാരണം അവളാണെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ അവൾ എന്നെ പ്രണയിക്കാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് 12ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന JP ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഉടമയായത്. അഥവാ അവളെന്നെ പ്രണയിച്ചിരുന്നെങ്കിൽ, ഞാൻ ഡിഗ്രി പാസ്സായിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു സാധാ മാനേജറായി വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. അത്തരം സാഹചര്യങ്ങൾ വരാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിലെ വലിയ പോസിറ്റീവിന് കാരണമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും 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 പ്രതീക്ഷ കൈവിടരുത്. എനിക്ക് മറ്റൊരു ഫംഗ്ഷൻ എത്രയും പെട്ടെന്ന് എത്തേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് ഈ നിമിഷം സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തരോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. In this Women's Day, we have a great surprise. Now I proudly invite the great CEO of JP International and a former student of our college, Sapna Nandakumar. She is live from Canada.
ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഇവിടെ കാനഡയിലാണ്. കമ്പനിയുടെ ചില മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വന്നതാ. പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ ഇപ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ കമ്പനിയുടെ 13th വെഞ്ചർ ഇവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഞാനിവിടെ ഉണ്ടായാൽ മതിയാവും. പിന്നെ ഞാൻ നമ്മുടെ കോളേജ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രണയക്കിണർ ഇപ്പോഴും അവിടെ ഉണ്ടോ? അപ്പൊ ശരി. ഏതായാലും ഈ ട്യൂസ്ഡേയിൽ മിസ്റ്റർ ജെ പി, അവസാനം പ്രണയിച്ച പെണ്ണിന്റെ സ്നേഹം തിരിച്ചു കിട്ടാൻ കമ്പനിയുടെ സിഇഒ ആക്കേണ്ടി വന്നു അല്ലേ? പൂജ, ജെ പി റോഷൻ, എത്ര കാലായി കണ്ടിട്ട്? സുഖാണോ? പിന്നെ എനിക്ക് അർജന്റ് ആയിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഏതായാലും കാണണം കേട്ടോ. കേട്ടോ, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. നിങ്ങൾ പോയി സംസാരിക്കോളി. ഏയ് ഇപ്പൊ ഉണ്ട്. ഡ്രൈവർ. ഇവനാ ഡ്രൈവറാ? ശരിയാ കേട്ടാ. ഇവനേതാ? കോളേജ് പഠിക്കുമ്പോ ഓന്റെ വില്ലനായിരുന്നു ഇവൻ, മനു. ഏതായാലും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചതായ ഒരു കോളേജാണ്. നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും രക്ഷപ്പെട്ടല്ലേ? നിങ്ങൾ മാത്രം എവിടെ എത്തിയില്ല. ചിലരെയൊന്നും ഒരിക്കലും രക്ഷപ്പെടുത്തൂല എന്ന് പഠിച്ചവന് വാശിയുണ്ടാവും. അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ എന്തൊക്കെ ചെയ്തു. ഈ കോളേജ് പഠിക്കുന്ന കാലം മുതൽ ഓരോ ജോലി ചെയ്ത് തുടങ്ങിയതാ. എന്നാൽ ഞാൻ തളരൂല, നീ നോക്കിക്കോ. എന്നാൽ നിങ്ങൾക്ക് ഇയാളോട് സഹായം ചോദിച്ചൂടെ? ഇയാൾ വിചാരിച്ചാ നിങ്ങൾ രക്ഷപ്പെടൂലേ? നിങ്ങൾ രക്ഷപ്പെട്ടാ ഞാനും രക്ഷപ്പെടൂലേ? എനക്കങ്ങനെ ഒരുത്തൻ്റെ സഹായമൊന്നും വേണ്ട. ഞാൻ ഒറ്റക്ക് നേടും. ഇവനേക്കാൾ വലിയ സ്ഥാനത്ത് ഞാൻ എത്തും. ഇതിലും വലിയ കാറിൽ ഞാൻ അവിടെ വരും. നിങ്ങൾ ആദ്യം ഈ വണ്ടി നീന്തിക്കട്ടെ ശരിയാക്കും. വേഗം പോയി ഇപ്പം തന്നെ നന്നാക്കാം. നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.